മറുപടി പ്രഖ്യാപിത നിലപാടിന്റെ ഭാഗമായി അഴിമതിക്കെതിരായ തുറന്ന യുദ്ധമാണ് മോദി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ, രണ്ട് BJP പ്രതിനിധികൾ കൂടി 26 മിനിറ്റാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. എന്തായാലും അവർ പറഞ്ഞത് ജനങ്ങൾക്ക് ബോധ്യമായി എന്തുകൊണ്ടാണ് ഈ അന്വേഷണം. ഇവിടെ 5000 കോടി രൂപയുടെ ഞാൻ പറയട്ടെ, അല്ലല്ല 2+ രണ്ടും BJP-യാ. ഒന്ന് നോക്ക്, എഴുതി കാണിക്കുന്നത് എന്താ, രണ്ടും BJP-യാ. ആയിക്കോട്ടെ, 26 മിനിറ്റ് ആയിക്കോട്ടെ, ജനങ്ങൾ കേട്ടല്ലോ, അത് കേട്ടത് നന്നായി എന്നാ പറഞ്ഞേ, കുറ്റം പറഞ്ഞല്ല. അപ്പൊ അതായത് ഇവിടെ ഈ നാഷണൽ ഹെറാൾഡ് കേസിൽ 5000 കോടി രൂപയുടെ ഒരു അഴിമതി രാഹുൽ ഗാന്ധിക്കെതിരെ, സോണിയാഗാന്ധിക്കെതിരെ രജിസ്റ്റർ ചെയ്തു. ആ കേസ് എവിടെ പോയി? ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി ഒന്ന് പറഞ്ഞേ. അതിനുശേഷം 672 കോടി രൂപയുടെ സ്വത്ത് രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെ അടക്കം കണ്ടുകെട്ടി. ആ അന്വേഷണം എവിടെ വരെ പോയി? എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ പോലും പങ്കെടുക്കാത്തത്? കോൺഗ്രസിന്റെ വിപ്പ് ലംഘിച്ചുകൊണ്ട് ദേശീയ നേതാവ് പ്രിയങ്ക ഗാന്ധി മുങ്ങിയില്ലേ? ഇതൊക്കെ എന്താ? അപ്പൊ അതുപോലെ 170 കോടി രൂപയല്ലേ ബഹുമാനപ്പെട്ട അളിയൻ, രാഹുൽ ഗാന്ധിയുടെ അളിയൻ അങ്ങ് ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുപോയി കൊടുത്തേ? എല്ലാ അന്വേഷണവും അദ്ദേഹത്തിനെതിരായിട്ടുള്ള നിന്നില്ലേ? അതുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ ബാധിക്കുന്ന ഒരു വിഷയത്തിലും കോൺഗ്രസിന്റെ നേതാക്കന്മാർ പ്രതികരിച്ചാൽ ഈ ED, CBI, NIA, കസ്റ്റംസ്, അതുപോലെ ഈ ആദായ നികുതി വകുപ്പൊക്കെ അങ്ങോട്ട് വരുമെന്നുള്ള പേടി നിങ്ങൾക്കുണ്ട്. പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി എന്താ പറഞ്ഞത്? ഈ കേരളത്തിൽ മക്കൾ രാഷ്ട്രീയം എന്ത് മിസ്റ്റർ, എവിടെ മക്കൾ രാഷ്ട്രീയം? ഏതെങ്കിലും ഒരു CPM നേതാവിന്റെ മകൻ രാഷ്ട്രീയത്തിൽ അത്തരത്തിൽ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ടോ? പറയുമ്പോൾ ഒരു സത്യസന്ധത കുറച്ചെങ്കിലും വേണ്ടേ? ഏതെങ്കിലും നേതാവ് മക്കൾ വന്നിട്ടുണ്ടെങ്കിൽ താഴെ തട്ട് മുതൽ പ്രവർത്തിച്ചാ വന്നേ. നിങ്ങൾക്ക് 4 മുഖ്യമന്ത്രി ഉണ്ടായി ഈ കേരളത്തിൽ. ആദ്യം AR ശങ്കർ, എവിടെ അദ്ദേഹത്തിന്റെ മകൻ മോഹൻ ശങ്കർ, BJP-യുടെ നേതാവാ. പിന്നെ നിങ്ങളുടെ നേതാവ് കെ കരുണാകരന്റെ മോള് പത്മജ, BJP-യുടെ നേതാവാ. സാക്ഷാൽ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ദേശീയ വക്താവാണ്. ഇപ്പൊ പിന്നെ ആകെ ഉള്ളത് ഉമ്മൻചാണ്ടി. 4 മുഖ്യമന്ത്രിമാരിൽ 3 മുഖ്യമന്ത്രിമാരുടെ മക്കളും BJP-യുടെ ഭാഗമായി മാറി. എല്ലാം ഭായിയാ. ഇനിയിപ്പോ ആകെ ഉമ്മൻചാണ്ടിയുടെ മകനാ ഉള്ളേ. അദ്ദേഹം കേന്ദ്രത്തിലെ BJP സർക്കാരിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലായി പ്രവർത്തിക്കുകയാണ്, MLA ആയിരിക്കുമ്പോ. അതുകൊണ്ട് ആരോപണം ഉന്നയിക്കുമ്പോ ഒന്ന് ഇച്ചിരിയെങ്കിലും വിശ്വസനീയമായിട്ടുള്ള ആരോപണം ഉന്നയിക്കണം. വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്ത് നിങ്ങൾക്ക് ഒരു നയം, ഇപ്പുറത്ത് മറ്റൊരു നയം. BJP പ്രതിനിധി പറഞ്ഞ കാര്യം അത് എനിക്ക് മറുപടി പറഞ്ഞേ പറ്റൂ. BJP പ്രതിനിധി പറഞ്ഞതിന് ഞാൻ മറുപടി 2 മിനിറ്റ് എടുത്തോളൂ. ഒറ്റ മിനിറ്റ്. എന്താ അദ്ദേഹം പറഞ്ഞത്? ഇവിടെ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയോ ഗവൺമെന്റ് സംവിധാനത്തെയോ പ്രയോജനപ്പെടുത്താൻ ഈ വീണ തൈക്കണ്ടിയുമായിട്ടുള്ള ബന്ധം ഈ CMRL കഴിഞ്ഞുവെങ്കിൽ ഒരു രേഖ, ഒരു തെളിവ്, എന്തെങ്കിലും ഒരു വിസ്പർ ഓഫ് എവിഡൻസ് നിങ്ങൾക്ക് ഇതുവരെ കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. അതാണ് ഹൈക്കോടതി പറഞ്ഞത്. എന്നെങ്കിലും ഭാവിയിൽ ഇങ്ങനെ നിങ്ങൾക്ക് ഇനിയും സമീപിക്കാം എന്ന് പറഞ്ഞത്. ഒറ്റ മിനിറ്റ്. ഇൻഫ്ലുവൻസ് പേഴ്സൺ, ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് നിങ്ങൾ കാണിക്കുക. രണ്ടാമത്തെ കാര്യം, ബാംഗ്ലൂരും ഈ കേസ് തള്ളിയില്ലേ എന്ന് ആങ്കർ എന്നോട് ചോദിച്ചു. എന്താണ് അവിടെ FSIO പറഞ്ഞത്? ഇത് ഏതെങ്കിലും തരത്തിലുള്ള കമ്പനികൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ അല്ല അന്വേഷിക്കുന്നത്. 135 കോടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് OC, LC അതൊക്കെയാണ് അന്വേഷിക്കുന്നത് എന്നാണ് FSIO അവിടെ മറുപടി പറഞ്ഞത്. അന്ന് പറഞ്ഞു എന്നാ അന്വേഷിക്കാൻ പറഞ്ഞു. എവിടെയാ നിങ്ങളുടെ അന്വേഷണ റിപ്പോർട്ട്? 1.5 കൊല്ലമായില്ലോ. അപ്പൊ സെലക്ടീവ് പ്രോസിക്യൂഷൻ നടത്തി. ഇന്നലെ വൈകുന്നേരം BJP നേതാവ് പ്രസ്താവിക്കുന്നു സെലക്ടീവ് ലീക്കേജ്. ഇന്നലെ മാധ്യമങ്ങൾക്ക് നിങ്ങൾ സമ്മറി ചാർജ് സീക്രട്ട് ആയിട്ട് കൊടുക്കുന്നു. അഭിഭാഷകനല്ലേ? ഇന്നലെ ജില്ലാ കോടതിയിലേക്ക് എത്തിയ ശേഷമല്ലേ വാർത്താമാധ്യമങ്ങൾ കിട്ടിയത്? ഇല്ല, എത്തിയില്ല. ഇല്ല, ഒരിടത്തും എത്തിയില്ല. ഇന്നലെ ആദ്യം BJP നേതാക്കളുടെ മാധ്യമങ്ങൾക്ക് എത്തി. സൂക്ഷ്മമായി താങ്കൾ പരിശോധിച്ചാൽ താങ്കൾക്ക് മനസ്സിലാകും. ഇത് കുറെ നാളായി. അല്ല ഇതൊക്കെ നിങ്ങൾ പറയുന്നതല്ലേ? ശ്രീ ശ്രീകുമാറിന്റെ ഊഴം നിങ്ങൾ ഒത്തുകളിച്ചോ? വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടതൊരു ഒത്തുകളിയായിരുന്നോ? ആണെന്നാണ് ഇപ്പോൾ ഷാജി രാഘവൻ പറയുന്നത്. അതിനാദ്യം മറുപടി ചുരുക്കി പറയണേ. നോക്കൂ ശ്രീമതി സ്മൃതി, കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കളും പ്രത്യേകിച്ച് മാത്യു കുഴൽനാടനും മുഖ്യമന്ത്രി പിണറായി വിജയൻ തമ്മിൽ ഒത്തുകളിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്? അത് വിശദീകരിച്ച സമയം കളയുന്നില്ല. ഇവിടെ ശ്രീ അരുൺകുമാർ 2 കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട് ശ്രീ രാഹുൽ ഗാന്ധിയോട് BJP എടുക്കുന്ന സമീപനം ശ്രീ അരുൺകുമാർ താങ്കൾ മറന്നാലും താങ്കളുടെ ഇപ്പോഴത്തെ മധുര സമ്മേളനത്തിൽ പ്രകാശ് കാരാട്ട് ഗോവിന്ദ മാഷ് മറന്നിട്ടില്ല. കാരണം രാഹുൽ ഗാന്ധി ഇടപെടല്ലേ, ബഹളം വെക്കരുത്.
ബഹളം വെക്കരുത്. അതായത് രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയ ഒരു BJP നമ്മൾ കണ്ടതാണ്. വിദേശത്ത് പോയിട്ട് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചു എന്ന് പറഞ്ഞപ്പോൾ പാർലമെന്റിൽ മറുപടി പറയാൻ രാഹുലിന് അനുമതി നിഷേധിച്ച് നമ്മൾ കണ്ടതാണ്. ഇപ്പം മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുകയാണല്ലോ. ശ്രീമതി സ്മൃതി 2 ദിവസത്തെ ദേശാഭിമാനി പത്രം ഒന്ന് വായിക്കണം. പ്രകാശ് കാരാട്ട് ഗോവിന്ദ മാഷും അതിൽ കുറിപ്പെഴുതുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെക്കുറിച്ചോ കോൺഗ്രസിനെ കുറിച്ചോ ഒരു വരിയതിലില്ല എതിരായിട്ട്. എന്താ കാരണം എന്നറിയാമോ? മധുര MP, തമിഴ്നാട്ടിലെ MP-മാർ കോൺഗ്രസിന്റെ കരുണയില എടുത്ത് വായിച്ചു നോക്ക്. CPM-ന്റെ മുഖപത്രം എടുത്ത് വായിച്ചു നോക്ക്. ഞാൻ പറയണ്ട. ഈ നാഷണൽ ഹെറാൾഡ് കേസിലൊക്കെ എത്ര മണിക്കൂർ രാഹുലിനെയും സോണിയാഗാന്ധിയെയും ചോദ്യം ചെയ്തു അരുൺ. അത് ശരിവെക്കുന്നുണ്ടോ? അത് ചെയ്യണമെന്നാണോ പറയുന്നത്? നാട് നീളെ വിവിധ സംസ്ഥാനങ്ങളിൽ കേസെടുത്ത് രാഹുൽ ഗാന്ധിയെ ബുദ്ധിമുട്ടിക്കുന്നില്ലേ ഇവിടെ കേന്ദ്ര സർക്കാർ? ഇല്ല എന്നാണോ പറയുന്നത്? ഭാരതത്തിന് വേണ്ടി എന്തെങ്കിലും പറഞ്ഞു പറയുന്നത്? ഇല്ലാന്ന് ആരും പറഞ്ഞില്ല. കേന്ദ്ര അന്വേഷണ നേരിടുക CPM. ഞങ്ങൾക്ക് ദേശീയ നിലപാടാ, അല്ലാതെ ഈ സംസ്ഥാന അല്ലല്ല. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് ശ്രമം അതാണ്, അല്ലാതെ വാളയാർ ചെക്ക് പോസ്റ്റിന് അല്ലല്ല. വാളയാർ ശ്രീകുമാർ വേഗം പൂർത്തിയാക്കോളൂ. അല്ലല്ല എന്ത് ചേട്ടാ അരുൺകുമാർ കാര്യം മനസ്സിലാക്കൂ. ദേശീയ തലത്തിൽ CPM-ന്റെ സാഹചര്യത്തെ പറ്റിയാണ് ശ്രീകുമാർ പറയുന്നത്. അതെ, ഒന്ന് പറയട്ടെ. ഒന്ന് പറയട്ടെ. അല്ല, ഉത്തരവാ പറഞ്ഞേ അരുൺ. ഒരു മിനിറ്റ്, ആരാ പറയണ്ടേ? സ്മൃതി, ഞാൻ പറയണോ? താങ്കൾ ഒന്ന് പൂർത്തിയാക്കൂ. നമുക്ക് അതോടെ ചർച്ച അവസാനിപ്പിക്കണം. സമയം കഴിയുന്നു. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ വെച്ചാൽ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ED എത്രയോ ദിവസം ചോദ്യം ചെയ്ത് അവരെ കഷ്ടപ്പെടുത്തി കോൺഗ്രസ് നാട് മുഴുവൻ പ്രതിഷേധിച്ചു. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഞാൻ പറയട്ടെ അരുൺകുമാർ, എന്തിനെങ്ങനെ പ്രഷറെ കൂട്ടല്ലേ? അല്ല, അനിയ പ്രഷർ കൂട്ടല്ലേ? ഒരു മിനിറ്റ്, ഞാൻ പറയട്ടെ. ഞാൻ പറയട്ടെ. അരുൺകുമാർ, ഡൽഹിയിൽ AKG ഭവൻ ആക്രമിച്ചപ്പോൾ അതിനെതിരെ CPM ഒരു പ്രകടനം നടത്തി. പങ്കെടുക്കാത്ത ഒരേ ഒരാളേ ഉള്ളൂ, കേരള മുഖ്യമന്ത്രി. എന്താ പങ്കെടുക്കാതിരുന്നത്? അത് മനസ്സിലാക്കാതെ അതിൽ കൂടുതലൊന്നും ഞാൻ പറയണ്ടല്ലോ. പിന്നെ മധുരയിലേക്ക് വരാം. മധുര പാർട്ടി കോൺഗ്രസ് അല്ലേ തീരുമാനിക്കാൻ പോകുന്നത്. പാർട്ടി കോൺഗ്രസ് എന്താ പറഞ്ഞത്? 2010 എന്താ പറഞ്ഞത്? വിശാല ഐക്യം കോൺഗ്രസിന് സമയമില്ലാത്തോണ്ടാണ് നമുക്ക് സമയം പൂർണ്ണമായി അവസാനിച്ചുകൊണ്ടാണ്. ദയവേത് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.